നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേരള സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന LGS അഥവാ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. എപ്പോഴത്തെയും പോലെ കേരള PSC തന്നെയാണ് LGSന്റെ ഈ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് കേരള PSC നവംബർ 30 പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 30 തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 308/2020 ഇത് നിങ്ങൾക്ക് കേരള PSCയുടെ തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പരിശോധിക്കാവുന്നതാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ തന്നെ അപേക്ഷിക്കാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തുടക്കത്തിൽ നൽകിയിരിക്കുന്നത്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നൽകിയിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായാണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് LGSന്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതായത് SC ST കാറ്റഗറിയിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നിരവധി ഒഴിവുകളാണ് വിവിധ ജില്ലകളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കായിരിക്കും നിയമനം ലഭിക്കുക. ഈ പറയുന്ന പോസ്റ്റിന് ലഭിക്കുന്ന സാലറി ഈ പറയുന്ന LGS അഥവാ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് ലഭിക്കുന്ന സാലറി 16,500 രൂപ മുതൽ 35,700 രൂപ വരെയായിരിക്കും. ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേക്കൻസികൾ എത്തരത്തിലാണെന്നുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഇതിൽ വേക്കൻസികൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേരള PSC ലോഗിൻ ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന LGSന്റെ ഈ പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന LGS പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള വേക്കൻസികളുടെ എണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ 3 ഒഴിവുകളുണ്ട്, കൊല്ലം ജില്ലയിൽ 1, എറണാകുളം ജില്ലയിൽ 3, തൃശ്ശൂർ ജില്ലയിൽ 4, പാലക്കാട് ജില്ലയിൽ 1, കോഴിക്കോട്, ആലപ്പുഴ, വയനാട് ജില്ലകളിലും ഓരോ വേക്കൻസികൾ വീതമാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ 15ഓളം ഒഴിവുകളാണ് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിന് നിലവിലുള്ളത്. ഇനി അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും ഏജ് ലിമിറ്റും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നോട്ടിഫിക്കേഷന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓൺലി എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 2/1/1979 1/1/2002 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 18 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് ആവശ്യമുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് 7ാം ക്ലാസ് പാസ്സായാലും മതി. അതായത് മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കരുത് എന്നുള്ളൊരു നിബന്ധന കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഡിഗ്രി പാസ്സാവാത്ത ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മിനിമം 7ാം ക്ലാസ് പാസ്സായിരിക്കുകയും വേണം. അപ്പോൾ ഡിഗ്രി പാസ്സായ ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ 7ാം ക്ലാസ് പാസ്സായ മിനിമം 7ാം ക്ലാസ് പാസ്സായ +2 വരെ യോഗ്യതയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും SC ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഇനി നിങ്ങൾ SC ST കാറ്റഗറിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റ് വഴി കേരള PSC തുളസി എന്ന ഈ വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് തീയതി നിങ്ങൾ പറഞ്ഞ പോലെ ഡിസംബർ 30 അവസാന തീയതി. അപ്പോൾ ഡിസംബർ 30 മുന്നേ തന്നെ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഡിസംബർ 30 രാത്രി 12 മണി വരെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം. അപ്പോൾ ഈ ഒരു കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഈ പറയുന്ന ജില്ലകളിൽ വിവിധ ജില്ലകളിലായി 15ഓളം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും SC ST കാറ്റഗറിയിലുള്ള 7ാം ക്ലാസ് പാസ്സായ മിനിമം 7ാം ക്ലാസ് യോഗ്യതയുള്ള SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. വളരെ മികച്ചൊരു സാലറി തന്നെയാണ് ഈ ഒരു പോസ്റ്റിൽ ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാറ്റഗറി നമ്പർ 308/2020 എന്ന് കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.